നീ ഇപ്പോഴും നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ എല്ലാം വേണ്ടെന്ന് വെച്ചാല് പിള്ളേരുടെ കാര്യം എന്ത് ചെയ്യും? പിള്ളേർക്ക് വേണ്ടി കൂടിയാ ഞാൻ പറയുന്നത്, അല്ലാതെ നമ്മുടെ അടി മാത്രം കണ്ടാന്നോ അവര് വളരേണ്ടത്? എടി നമ്മൾ തമ്മിൽ ഇതിന് മുമ്പ് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മാത്രം എന്താ കുഴപ്പം? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരുമിച്ച് പോകാൻ ഞാൻ എന്റെ പരമാവധി ട്രൈ ചെയ്തു. മാരേജ് കൗൺസിൽ വരെ പോയി. ഇനിയും നമ്മൾ എത്ര കാലം നമ്മളെ തന്നെ പറ്റിച്ച് ജീവിക്കുമെന്നാ? നീ ഇപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കേട്ട ഈ വീടിന്റെ EMI പോലും ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ഈ വീട്ടു ചെലവും EMI കൂടെ നീ എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അടച്ചു തീർത്തോളാം. എങ്ങനെ അടച്ചു തീർക്കുമെന്ന്? അരുണേ, ഇനി അരുണ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനി നിങ്ങളുടെ കൂടെ അടിവെച്ച് എന്റെ ജീവിതം കളയാൻ വയ്യ. പതിനാല് വർഷത്തിന് ശേഷവും 2 കുട്ടികളുണ്ടായിട്ടും ഞങ്ങൾ ഈ ഡിവോഴ്സിന് പോകുന്നുണ്ടെങ്കിൽ അത് ഒരു നിമിഷം കൊണ്ടെടുത്ത തീരുമാനമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആസ് എ കപ്പിൾ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ഞങ്ങൾ തമ്മിൽ ബ്ലെയിം ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇപ്പം എങ്ങനെയുണ്ടോളെ? കുറച്ച് വെള്ളം തരട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എന്തിനും ഇങ്ങോട്ട് കയറി വന്നത്? ഓഫീസ് എങ്ങനെ പോരായിരുന്ന? നീ കാരണം നമ്മൾ ശ്വാസം കിട്ടാതെ ഗ്രൗണ്ടിൽ വീണ് കിടക്കായിരുന്നു. ഇത് കൊടുത്ത് വിടണം, നിനക്ക് അറിഞ്ഞൂടായിരുന്നു. അത് നിനക്ക് എപ്പോഴും നിന്റെ കാര്യം, നിന്റെ ജോലി. അവിടെ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോഴേ നിനക്ക് ആ ഫോൺ എടുത്തുവിടായിരുന്ന? അരുണ, ഞാനതൊരു മീറ്റിംഗിലായിരുന്നു. പിന്നെ തിരിച്ചിട്ട് ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഇങ്ങനെയാണ് നീ പിള്ളേരെ നോക്കണമെങ്കിലേ എന്ത് വിശ്വസിച്ച് ഞാൻ അവരെ നിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകും. ഈ പറയുന്ന നിങ്ങൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവർക്ക് വയ്യാതെ വരുമ്പോ നോക്കുന്നത് ഞാനല്ലേ? ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവർക്ക് വേണ്ടി ലീവ് എടുത്തിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടോ? എടി, നിനക്ക് നാണം ഉണ്ടാടി ഇങ്ങനെ സ്വന്തം നിന്റെ വീട് ന്യായീകരിച്ചോണ്ടിരിക്കാൻ? ശരി, നാളെ തൊട്ട് നിങ്ങൾ തന്നെ ഈ പിള്ളേരുടെ കാര്യങ്ങൾ അങ്ങ് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ദിവസം ഇൻഹേലർ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന അറിയാലോ. നിന്റെ കഴിവില്ലാമ എന്റെ മണ്ട വെച്ച് കെട്ടാൻ നോക്കണം. ചുമ്മാ എന്താണ് എന്നെ കിട്ടായിരുന്നത്? നിനക്ക് പിള്ളേരെ നോക്കാൻ കഴിവില്ല, നീ അതൊക്കെ പറഞ്ഞാൽ മതി. ഇത് ഞാൻ എടുത്തു വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കായിരുന്നല്ലോ ഇൻഹേലർ. നിനക്ക് എന്താ പറഞ്ഞ പണി? എനിക്ക് വേറെ ഒരു പണിയില്ല. ഒരു പണിയില്ല, അതുകൊണ്ടാണ് അവിടെ ഗ്രൗണ്ടിൽ വീട് കിടന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. പക്ഷെ ആ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഡിസിഷനിലോട്ട് എത്തുക എന്നുള്ളത് എനിക്കൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. പാരൻസിൻ്റെയും സൊസൈറ്റിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ ഒറ്റപ്പെടുവോ, ഒരു ഫെയിലിയർ ആവോ എന്നുള്ള പേടിയായിരുന്നു. ഇവിടെ ഇരുത്തി പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആരെങ്കിലും വന്നിരിക്കുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കില്ലെന്ന്. ഇന്ന് ലോയറിൻ്റെ അടുത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ എന്തിനാ അയാൾ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇല്ലെന്ന് മറ്റോ പറഞ്ഞുകൂടായിരുന്നോ? ഇനി നമ്മൾ തമ്മിലുള്ള പ്രശ്നം അവനെയും കൂടെ അറിയിക്കണ്ട. തൽക്കാലം നീല ജ്യൂസ് എന്തെങ്കിലും എടുക്ക്. ആ, അകത്തെന്തോ രണ്ടുപേരും വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലേ? ഒന്നുമില്ല. പിന്നെ ഡ്യൂട്ടി എങ്ങനെ പോകുന്നു? തലവേദന കേസടാ. ഇവിടെ അടുത്തൊരു ക്ലയൻറ്റിനെ കാണാൻ വന്നതാ. അപ്പോൾ പിന്നെ നിന്നെ കൂടെ കണ്ടിട്ട് വന്ന് വിചാരിച്ചു. ഞാൻ അല്ലെങ്കിൽ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. നീ എന്നൊരു ടേം ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെന്താ സംഭവം? എടാ, അത് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവം. മനുഷ്യൻ്റെ കാര്യമാണ്. ആർക്ക് എപ്പോഴെന്തോ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഞാനാണെങ്കിൽ കുറേ EMI ലോണൊക്കെ എടുത്ത് വെച്ചേക്കോ. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ ഭാര്യയും പിള്ളേരൊക്കെ വഴിയാധാരമാവത്തില്ലയോ? ഇതാകുമ്പോൾ ഒരു ടൈം ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സേഫ്റ്റി അല്ലേ? എടാ, അതാകുമ്പോൾ നമ്മളില്ലെങ്കിലും അവർക്ക് വലിയൊരു തുക കിട്ടും. എടാ, പിന്നെ വേറൊരു കേസെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ പ്രീമിയം ഉള്ളൂ. 2 കോടിയുടെ വരെ കവറേജിന് മാസം 695 രൂപ മുതൽ തുടങ്ങുന്ന പ്ലാനുകളുണ്ടാ. അല്ല, ഇതിപ്പം എവിടെ നിന്നാണ് എടുക്കുന്നത്? എടാ, ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇന്ത്യയിലെ ലീഡിങ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് അതിൽ ബെസ്റ്റ് ഇൻഷുറൻസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഓൺലൈൻ വഴി ആയതുകൊണ്ട് 10% വരെ ഡിസ്കൗണ്ടും കിട്ടും. അല്ല, ഈ ഓൺലൈൻ ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ? എടാ, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒരു വിഷയമില്ല. കാരണം നമുക്ക് ഈ പോളിസി ഇഷ്യൂ ചെയ്യുന്നതും ക്ലെയിം തരുന്നതൊക്കെ കമ്പനിയാണ്. പിന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോം വഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് 24/7 ക്ലെയിം അസിസ്റ്റൻസും ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും കിട്ടും. എടാ, നീ അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കടാ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേണം എടുക്കണോളിയാ. ആടി പറയണി. ചേട്ടാ, നമുക്ക് കല്യാണത്തിന് പോകാൻ സമയമായില്ലേ? ഞാൻ ഇറങ്ങട്ടെ? നീ റെഡി ആയിക്കോ. ഞാനേ നമ്മുടെ അരുണിൻ്റെ വീട്ടിൽ ഇരുന്ന് കയറിയായിരുന്നു. റെഡി ആയിക്കോ. അളിയാ, ഒരു കല്യാണത്തിന് പോകണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടാ. കരുണെ കണ്ടില്ലല്ലോ? അവളകത്ത് തിരക്കിലായിരുന്നു. നീ പറഞ്ഞിരുന്നാൽ മതി. അളിയാ, നമുക്ക് ഒരു ദിവസം കൂടണേ കേട്ടോ. പോട്ടെ.
നിന്റെ അടുത്ത് ഞാൻ കുടിക്കാൻ നിന്റെ അടുത്തോട്ട് വരാമല്ലോ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് അങ്ങോട്ട് വരെയെങ്കിലും ചെയ്യാത്തത്. എന്താ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടല്ല? ആ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയല്ലേ എൻ്റെ പിള്ളേർ വഴി കിടക്കാൻ പാടില്ല. നീ എന്തായാലും അവരെ നോക്കുന്ന പ്രതീക്ഷ ഒന്നും എനിക്കില്ല. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടും സൊസൈറ്റിയെ പേടിച്ച് മാത്രമാണോ നിങ്ങൾ ഡിവോഴ്സ് വേണ്ടാന്ന് വെച്ചത്? അല്ല, അത് മാത്രമല്ല, ഈ ഡിവോഴ്സ് ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രൈമറി കൺസേൺ. പക്ഷെ പിന്നീടാ മനസ്സിലായ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. നീ എന്താ വീട്ടിൽ പറയാത്തത്? ടീച്ചേഴ്സിനെല്ലാം നിന്നെപ്പറ്റി നല്ല കംപ്ലൈൻ്റ് ആണ്. തനുഷ്ഠ, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. നിന്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടോ? 4 പേപ്പേഴ്സിന് ഡീഗ്രേഡാണ്. പണ്ട് ടോപ്പ് 5 വന്നിട്ടുള്ള കുട്ടിയാണ്. എന്താ നിന്റെ അമ്മ ഇപ്പം നിന്നെ ഒന്നും പഠിപ്പിക്കുന്നില്ലേ? അതങ്ങനെ ഏത് സമയം ജോലി എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. പിന്നെ അങ്ങനെ നിങ്ങളുടെ ആരും നോക്കാനുള്ള സമയം കിട്ടും നോക്ക്. അച്ഛനും അമ്മയും എപ്പോഴും അടിവെച്ചാൽ ഞാൻ എങ്ങനെയാ പഠിക്കണേ? അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യാൻ പോവേണോ? കുട്ടികൾക്കാകെ ഒരു ചൈൽഡ്ഹുഡേ ഉള്ളൂ. അത് ഞങ്ങൾ കാരണം ഇല്ലാതാവരുതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഡിസിഷനിലോട്ട് എത്തുന്നതിനേക്കാളും ടഫായിരുന്നു കുട്ടികളോടത് എങ്ങനെ ഓപ്പണായിട്ട് പറയും എന്നുള്ളത്. എടാ, ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാനും അച്ഛനും ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിങ്ങൾക്ക് ഞങ്ങളെന്നും വഴക്ക് കൂടുന്നത് ഇഷ്ടമല്ലെന്നറിയാം. അതുകൊണ്ട് ഇനി അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അച്ഛൻ ഇനി മുതൽ വേറൊരു വീട്ടിലായിരിക്കും നിൽക്കുന്നത്. തൊട്ട് എൻ്റെ കൂടെ ആര് കളിക്കാൻ വരും? ആരെന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കും? അച്ഛൻ എന്തിനിപ്പം വേറെ വീട്ടിൽ പോണേ? അച്ഛനമ്മ ഇഷ്ടമില്ലേ? നമ്മളൊന്നും വേണ്ടേ? എടാ, അച്ഛൻ ഒരുപാട് ദൂരത്തൊന്നും അല്ലേ പോകുന്നത്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മളിനി ടൂറൊന്നും പോകത്തില്ലേ? അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേക്ക് വെച്ചും കാണൂലേ? പ്ലീസ് അച്ഛ, പോവണ്ട പ്ലീസ് അച്ഛ. അച്ഛനെ ഞാൻ വിടൂല. പ്ലീസ് അച്ഛ, അച്ഛനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റൂല. പ്ലീസ് അച്ഛ, പോവണ്ട. അച്ഛ പോലെന്ന് പറ. അച്ഛ പോണ്ട. പ്ലീസ് അച്ഛ. നിങ്ങൾ ഇപ്പൊ എന്തിനാ ഡിവോഴ്സ് ചെയ്യണേ? ഞാൻ അച്ഛൻ്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ നിൽക്കണോ? എടാ, അച്ഛൻ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. നമ്മളിനി എന്നും കാണും. അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാ. എന്ത് പഴയ പോലെ തന്നെയാ? നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാ, അപ്പൊ എല്ലാം മാറും.
ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്താ പറയണ്ടേ? നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പോവാന്നോ? എടാ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണൂടാ. എനിക്കൊന്നും കേക്കണ്ട. മോളെ ചിറങ്ങോളെ. ആദ്യമൊക്കെ ഞാൻ മാറി താമസിക്കുന്നത് പിള്ളേർക്കൊന്ന് പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റിയില്ല. എന്താ കഴിക്കുന്നില്ലേ രണ്ടുപേരും? കഴിക്കെടുത്ത്. ധനുഷ്ട, കുട്ടികൾ അരുണിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നമ്മളെ രണ്ടുപേരെയും മിസ് ചെയ്യാത്ത രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. വീക്കെൻഡ് ആവുമ്പോൾ അരുൺ കുഞ്ഞുങ്ങളെ അരുണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. വാ, ഇനി മുതൽ ഇത് നിങ്ങളുടെ വീടാണ് കേട്ടോ. പതിയെ പതിയെ കുട്ടികൾ ഈ ചേഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ പ്രയോറിറ്റി എപ്പോഴും അവരുടെ ഹാപ്പിനെസ് ആയിരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday dear Dakshamo. Happy birthday to you. കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി, അവരുടെ PTA മീറ്റിംഗ്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവണമെന്ന് അവരാഗ്രഹിക്കുന്ന എല്ലാ സമയത്തും ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാനും അരുണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല. പക്ഷെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. പഠിക്കുന്നതിനിടയിൽ ഇതുകൊണ്ട് കുടിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ട് പറയണേ, ഫുഡ് കഴിക്കാം. അച്ഛാ, അമ്മ ഇത് അച്ഛൻ്റെ അടുത്തും കൂടി കാണിച്ചിട്ട് സൈൻ മേടിക്കാൻ പറഞ്ഞു. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ, എല്ലാത്തിനും A ഗ്രേഡ് കിട്ടിയല്ലോ. കൊള്ളാം, മിടിക്ക്. പെണ്ണിങ്ങ ഈ ട്രീറ്റ് ഇപ്പം എന്തിനാണെന്ന് മനസ്സിലായോ? പണ്ടത്തെ പോലെ ഇപ്പം നന്നായിട്ട് മാർക്കൊക്കെ മേടിക്കാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഹാപ്പിയാണ്. അതിനുശേഷം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടേ ഇല്ല.
വേണ്ട. പോവാം. പോട്ടെ. ശരി. ടാറ്റാ. പേരൻസിന് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾ ഒരിക്കലും സഫർ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ചൈൽഡ്ഹുഡ് ബെറ്റർ ആക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികളുള്ള ദമ്പതികൾ ഡിവോഴ്സ് എന്ന ഡിസിഷൻ എടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ലൈഫിനെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം ആ തീരുമാനം എടുക്കാൻ. അച്ഛനും അമ്മയും തമ്മിൽ പിരിയുന്നു എന്നുള്ളത് ഏതൊരു കുഞ്ഞിനും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും അതിൻ്റെ ഇമ്പാക്റ്റ് മാക്സിമം കുറയ്ക്കേണ്ട റെസ്പോൺസിബിലിറ്റി പാരൻസിനുണ്ട്. അതുകൊണ്ട് ഡിവോഴ്സ് എന്ന തീരുമാനത്തെ പറ്റി വളരെ പക്വതയോടുകൂടി പാരൻസ് കുഞ്ഞുങ്ങളെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ അവരുടെ ഉള്ളിലെ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ തമ്മിൽ കുറ്റപ്പെടുത്താതെ സത്യസന്ധമായ ഉത്തരം പറയാൻ നിങ്ങൾ ശ്രമിക്കണം. ഡിവോഴ്സ് സമയത്ത് അവർക്ക് നിങ്ങളുടെ കരുതൽ കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഫീൽ ചെയ്യാത്ത രീതിയിൽ അവരെ കംഫർട്ടബിൾ ആക്കുക. അതുപോലെ നിങ്ങളുടെ വഴക്കും ഈഗോയൊക്കെ മാറ്റിവെച്ച് കുട്ടികളുടെ ഭാവിക്ക് എന്താണോ നല്ലത് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. രണ്ട് വ്യക്തികൾക്ക് ഒരു രീതിയിലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലം ഒരിക്കലും ഇല്ലാതാവാൻ പാടില്ല. അതുകൊണ്ട് ആസ് പാരൻസ് നിങ്ങളുടെ പാരൻറ്റിങ് റോൾ ഡിവോഴ്സിന് ശേഷവും ഭംഗിയായി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ലോകമെമ്പാടും ഒരുപാട് കപ്പിൾസ് ഡിവോഴ്സിന് ശേഷവും അവരുടെ മക്കളെ കോ പാരൻറ്റിങ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് അതാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും കോ പാരൻറ്റിങ് ചെയ്യാൻ ശ്രമിക്കുക. ആ മക്കൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അറിഞ്ഞ് തന്നെ വളരട്ടെ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. മാതാപിതാക്കളുടെ ഡിവോഴ്സ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പാരൻസിന് എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഡിവോഴ്സിലേക്ക് കിടക്കുമ്പോൾ ഓരോ ദമ്പതികളും അവരുടെ കുട്ടികളുടെ ലൈഫിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ലൈഫ് ഭയങ്കര അൺസർട്ടൺ ആണ്. ഭാവിയിൽ നമ്മൾ ഇല്ലാത്തൊരു സാഹചര്യം വന്നാലും നമ്മുടെ കുടുംബത്തെ ഫിനാൻഷ്യലി സെക്യൂർ ആക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്തു ഒരു ബെസ്റ്റ് ടേം ഇൻഷുറൻസ് 10% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണും. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നല്ലത്.